സർജറി വരുന്നതെന്ന് പറഞ്ഞാൽ ദർ ഇസ് എൻ എക്സ്റ്റെൻറ്റ്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. കുറച്ച് നാളായിട്ട് എൻ്റെ ക്ലിനിക്കിൽ കൂടുതലായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് അവർക്ക് ചെറിയ ഇഞ്ചുറി ആയിരിക്കും. ഇല്ല, അതും ഈ പറഞ്ഞ പോലെ വേദന മാറിയപ്പോൾ നിർത്തി. അതിനുശേഷം ഇപ്പോൾ അതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് പോയി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു സ്ട്രെങ്ത് ആ ഒരു ടെൻഡൻ ഉണ്ടാവില്ല. ഞങ്ങളൊരു പ്രൈമറി കൺസൾട്ടൻ്റ് ആണ്. ഇഫ് പേഷ്യൻറ്റ് നീഡ്സ് ഹെൽപ്പ് അവർക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്തേക്ക് വരാം. ഹായ്, വെൽക്കം ടു ഗ്ലോബൽ റീഹാബ്. ഐ എം ഡോക്ടർ ഗ്ലോബിൻ ജോർജ്, ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്താണ്, അതുപോലെ തന്നെ ഒരു ഡാൻസറാണ്. ഹി ഓൾസോ യൂസ് ടു പ്ലേ ഫുട്ബോൾ. പുള്ളിക്ക് ഇതുപോലെ ഒരു ഇഞ്ചുറി വന്നിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സർജറി കഴിഞ്ഞു. മുട്ടിലായിരുന്നു ഇഞ്ചുറി ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കാം. വെൽക്കമിങ് മിസ്റ്റർ കൃഷ്ണശങ്കർ. ഹായ്. യാ, എന്തായിരുന്നു കൃഷ്ണശങ്കർക്ക് ഉണ്ടായിരുന്ന ഒരു ഇഞ്ചുറിയും അതിനുശേഷം ഉണ്ടായിരുന്ന ആ ഒരു സർജറിയും അതിനുശേഷമുള്ള കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാവോ? യെസ്, തീർച്ചയായും. ആക്ച്വലി 2015 എനിക്ക് ഇഞ്ചുറി ഉണ്ടാവുന്നത്. അത് ഫുട്ബോൾ കളിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ പെയിനൊക്കെ കൂടിയപ്പോൾ നമ്മൾ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തു. MRI സ്കാനൊക്കെ ചെയ്തപ്പോൾ ലാറ്ററൽ മെനിസ്കസിനാണ് ഇഞ്ചുറി. അത് സർജറിയാണ് ഇതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് പറഞ്ഞു. സ്റ്റെപ്പ് കയറാൻ പാടില്ല, ഈ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല, ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു, എക്സസൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ശരി, അതൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് കുറച്ചാൾ പോയപ്പോൾ എൻ്റെ പെയിൻ മാറി. ഞാൻ ഒരു ബുദ്ധിമുട്ട് മാറി. അപ്പൊ പിന്നെ ഈ സർജറി പോലത്തെ ഇതിലേക്ക് പോകണ്ടല്ലോ, വേദന മാറിയല്ലോ. വേദന കുറഞ്ഞെല്ലാം മാറി. എല്ലാവർക്കും ഒരു പ്രോബ്ലം ആണ്. ഞാൻ അതിലേക്ക് വരാം. ആ ഒരു ഇതില് എന്നെ കാര്യമാക്കിയില്ല. ശരി, അങ്ങനെ കുറച്ച് നാൾ കടന്നുപോയി. ഒരു 4 വർഷത്തോളമായി. 2019 ആയപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. വേദന പതിയെ കൂടി തീരെ പറ്റാത്ത കണ്ടീഷനിലേക്ക് എത്തി. ഒരു അരമണിക്കൂർ കൂടുതൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും നല്ല പെയിൻ വരിക, ഫ്ലൂയിഡ് എന്നറിയാം, അങ്ങനത്തെ ഇഷ്യൂ ആയപ്പോൾ വീണ്ടും ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു. വീണ്ടും MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. കാരണം ഇത്ര നാളായില്ലോ, ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഒന്നുകൂടി MRI സ്കാൻ എടുത്തപ്പോൾ മുമ്പത്തേനെക്കാട്ടും വളരെ മോശം കണ്ടീഷനായി. എന്തായാലും വേഗം സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി സർജറി ചെയ്തു. സർജറിക്ക് ശേഷം റെസ്റ്റ് ഒക്കെ എടുത്ത് സർജറി കഴിഞ്ഞിട്ട് വീണ്ടും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഫുൾ കംപ്ലീറ്റഡ് ആയോ? ഇല്ല, അതും ഈ പറഞ്ഞ പോലെ വേദന മാറിയപ്പോൾ നിർത്തി. അതിനുശേഷം ഇപ്പോൾ അതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും അനുഭവിക്കുന്നുണ്ടോ? ആ ഒരു ബലക്കുറവും ഇപ്പോൾ വീണ്ടും പഴയ പോലെ വേദന വന്നു തുടങ്ങിയിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നാളത്തെ ഈ ഒരു യാത്രയിൽ കൃഷ്ണശങ്കർക്ക് തോന്നിയിട്ടുള്ള, നിങ്ങളായിട്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് തെറ്റുകൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് തോന്നിയത് വേദന മാറുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിർത്തണത് ഒരു പ്രശ്നമായിട്ട് തോന്നി. വെരി ഗുഡ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു വേദന കുറഞ്ഞു കഴിഞ്ഞാൽ, വേദന ഈസ് ഓൾവേസ് എ സിംറ്റം. ഒരിക്കലും വേദന ഒരു അസുഖമല്ല, അതൊരു അസുഖത്തിൻ്റെ ഒരു സിംറ്റം മാത്രമാണ്. ഒരു അസുഖം ഒരു ലെവൽ എത്തിയതിന് ശേഷം നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു സിസ്റ്റമാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. ഈ പെയിൻ കഴിയുമ്പോഴേക്കും നമ്മളെന്ത് ചെയ്യായിരിക്കും, ആ പ്രശ്നം അവിടെ കഴിഞ്ഞു, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, പിന്നെ നമുക്ക് സുഖമായിട്ട് നടക്കാം. അതുകൊണ്ടാണ് എവ്രി വൺ ഇസ് ഗോയിങ് ബിഹൈൻഡ് പെയിൻ കില്ലേഴ്സ്, പെയിൻ മാനേജ്മെൻറ്റ്. അത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം പെയിൻ കുറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ മൂല കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടല്ല നമ്മൾ മാറ്റേണ്ടത്. ആക്ച്വലി പെയിൻ മാറുമ്പോൾ ഓക്കെ സുഖമായി, ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, മാറി എന്നങ്ങോട്ട് വിചാരിക്കും. മനസ്സിലായി. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? വേദന വരുമ്പോൾ വേദന കുറയ്ക്കാൻ മാത്രമാണോ നോക്കാറുള്ളത്? ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ആയിരുന്നു. ഓക്കെ, അതൊരു വളരെയധികം നല്ലൊരു തീരുമാനമാണ്. കാരണം നമുക്ക് ഇനി വേദന വരുന്നതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ആദ്യം നോക്കുക. ചികിത്സിക്കേണ്ടത് വേദനയ്ക്കുള്ള കാരണത്തിനാണ്. അതെ. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോ മെനിസ്കൽ ടിയർ ആണ് കൃഷ്ണശങ്കർക്ക് വന്നത് എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ കണ്ടീഷൻസിനും സർജറിയുടെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ, അതായത് സർജറി വരുന്നതെന്ന് പറഞ്ഞാൽ ദർ ഇസ് എൻ എക്സ്റ്റെൻറ്റ്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു സെക്കൻഡ് ഗ്രേഡ് ഇഞ്ചുറി ACL ആണെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ഫോർ ഫിസിയോതെറാപ്പി. നിങ്ങളൊരു സ്പോർട്സ് പ്രൊഫഷണൽ അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഫിസിയോതെറാപ്പി, സ്ട്രെങ്തൻ ആൻഡ് കോമ്പൻസേറ്റ്. അത് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റാൻ പറ്റും. കാരണം നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ACL ഇഞ്ചുറി തന്നെ എടുക്കുകയാണ്. ഇഫ് യു ആർ ഗെറ്റിംഗ് എ സെക്കൻഡ് ഗ്രേഡ് ACL ഇഞ്ചുറി, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരുവാണ്, വേദനയുണ്ട്, വേദന മാറ്റണം. സോ നമ്മൾ ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്ന ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി വേദന മാറ്റുക എന്നുള്ളത്. ബിക്കോസ് ആ വേദന മാറ്റുക എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്യും, വേദന മാറ്റുകൾ മാത്രമല്ല. അപ്പം നമുക്ക് ആദ്യം വന്ന് നമ്മൾ നീര് കുറയ്ക്കും. സോ ദാറ്റ് നിങ്ങൾക്ക്
നിങ്ങൾക്ക് മൂവ്മെന്റ് കുറച്ചും കൂടി കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ നമ്മൾ കുറച്ച് നാളത്തേക്ക് ബ്രേസസ് ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് കുറച്ച് നാളത്തേക്ക് മാത്രം. എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രേസസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. നിങ്ങളുടെ തുടക്കത്തിലുള്ളൊരു ഫേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ACL ഇഞ്ചുറി പറ്റി നിങ്ങളുടെ കാലിലേക്ക് വെയിറ്റ് ബെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ അന്ന് ആ ഒരു 3-4 days or for 1 week you can use brace. ഓക്കെ, അതിന് നമുക്ക് ACLന് വേണ്ടി പ്രത്യേകിച്ച് നമുക്കിപ്പോൾ റേഞ്ച് ഓഫ് മോഷൻ ബ്രേസസ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന റേഞ്ചിന് മുകളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ബ്രേസസ് യൂസ് ചെയ്യാം. പക്ഷേ അത് ചിലവർ ഇത് കണ്ടിന്യൂസ്ലി ഇടുന്നവരുണ്ട്. അവിടെയാണ് പ്രശ്നം. ബ്രേസസ് നമുക്കൊരു സപ്പോർട്ടാണ്. സപ്പോർട്ട് വരുമ്പോൾ മസിൽസ് ആക്ട് ചെയ്യില്ല. മസിൽസ് ആക്ട് ചെയ്യാതിരുന്നാൽ എന്തുണ്ടാവും? മസിൽസ് വീക്ക് ആവും. ദെൻ നിങ്ങൾ ഈ ബ്രേസ് ഊരാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും വേദന വരും. അതെ, ഞാൻ പറഞ്ഞ സർജറി കഴിഞ്ഞപ്പോൾ കുറച്ചാൾ ഇതൊക്കെ ഇട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇടണ്ട, മോഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു. അതെ, മോഷൻ ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ACL ഇഞ്ചുറിക്ക് പോയ ഒരാളാണ്. കൂടുതൽ പേഷ്യൻസ് ഇവിടെ വരുന്നത് സർജറി കഴിഞ്ഞിട്ട് വേദന മാറിയിട്ടില്ല. എന്താണ് കാരണം? അത് നമ്മൾ ഒരു സർജറി ചെയ്യുമ്പോൾ, ഒരു സർജറി ചെയ്യുന്നതിന് മുമ്പും ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ഉണ്ട്, അതിന് ശേഷവും ഉണ്ട്, പ്രീ ആൻഡ് പോസ്റ്റ് റീഹാബിലിറ്റേഷൻ ഉണ്ട്. അതൊക്കെ എല്ലാം പ്ലാൻഡ് ആയിരിക്കണം. ഇത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഫിസിയോതെറാപ്പി സർജറിക്ക് മുമ്പും ശേഷം ചെയ്യണതിന് പിന്നിലുള്ള ഒരു ഇതെന്താണ്, എന്തിനാണ് ചെയ്യണത്? അതായത് നമ്മളൊരു സർജറിക്ക് മുമ്പ്, അതായത് ഇഞ്ചുറി പറ്റിയതിന് ശേഷം നിങ്ങൾ റെസ്റ്റ് ചെയ്യും. ഒബ്വിയസ്ലി ഒരു എക്സാമ്പിൾ പറയുന്നത് ACL തന്നെ എടുക്കാം. ഓക്കെ, മോസ്റ്റ്ലി കോമൺ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ് ACL. അതുകൊണ്ടാണ് ഞാൻ അതിൽ. അപ്പോൾ ACL ഇഞ്ചുറി വന്നെന്ന് വിചാരിക്കുക. ICL ഇഞ്ചുറി വന്ന സമയം തൊട്ട് നിങ്ങൾ കാല് കുത്തില്ല, വേദന കാരണം. വേദന കാരണം കൊണ്ട് കാല് കുത്തില്ല, കാലനക്കില്ല, കാല് മടക്കില്ല, നിങ്ങൾ അങ്ങനെ തന്നെ റെസ്റ്റിൽ വെക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോകുന്നത് സർജറിയിലേക്കായിരിക്കും. സർജറി ചെയ്ത് കഴിഞ്ഞാൽ സർജറി ചെയ്തതിന് ശേഷം റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇത്രയും നീണ്ട കാലം റെസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ക്വാഡ്സും ഹാംസും അതുപോലെയുള്ള കാലിലെ എല്ലാ മസിൽസും ഏതാണ്ട് നമ്മൾ മസ്കുലർ കോൺട്രാക്ചർ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരും. മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഈ ഫ്രാക്ചർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് കാസ്റ്റ് വരുമ്പോഴൊക്കെ. സോ അതേ സെയിം സിറ്റുവേഷനിൽ നമ്മൾ കാലനക്കാതിരിക്കുമല്ലേ. ഇപ്പം ഇവരെന്താ ചെയ്യുക? ഇവർ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഇവർ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇവർ അവിടെയും പോയി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കും. എന്നിട്ട് ഇവർ കാല് കുറച്ചൊക്കെ ഇങ്ങനെ മടക്കാനൊക്കെ നോക്കും. ഒരു ലെവൽ മടങ്ങിക്കഴിഞ്ഞാൽ അവർ ആയിരിക്കും കുഴപ്പമില്ല, ഇനി തന്നെ മടങ്ങിക്കോളും, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവരിറങ്ങി നടക്കും. നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? വേദന വരും. അങ്ങനെ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ഏതൊരു സർജറി കഴിഞ്ഞാലും, ഓർത്തോട്ടിക് ആയിട്ടുള്ള സർജറി കഴിഞ്ഞാൽ ദെൻ യു ഷുഡ് നീഡ് എ റീഹാബിലിറ്റേഷൻ ഫേസ്. എല്ലാത്തിനും റീഹാബിലിറ്റേഷൻ ഫേസ്, അതെ, അത് മസ്റ്റായിട്ട് ചെയ്യണം. അത് ഇപ്പം നിങ്ങൾക്ക് ACL നിങ്ങൾ റീകൺസ്ട്രക്ഷൻ ചെയ്ത് നിങ്ങളുടെ പഴയ ACLന്റെ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവന്നു വിചാരിക്കാം. പക്ഷെ നിങ്ങളത് ആ ഒരു സംഭവം യൂസ്ഫുൾ ആവണ്ടേ? നിങ്ങൾക്ക് നടക്കണമെങ്കിൽ ACL കറക്റ്റായിട്ടിരിക്കണം. സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പെയിൻ മൊഡാലിറ്റീസ് വയ്ക്കും, പെയിൻ കുറയ്ക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യും. ആൻഡ് അതിന് കൂടെ തന്നെ ഒരു ലെവൽ പെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതുക്കെ നമ്മൾ മൊബിലൈസ് ചെയ്ത് തുടങ്ങും. മുട്ടിനാണ് വിചാരിക്കുക, മുട്ട് നമ്മൾ പതുക്കെ മൊബിലൈസ് ചെയ്ത് അതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് നമ്മൾ പതുക്കെ അതിൻ്റെ റേഞ്ച് കൂട്ടിക്കൊണ്ടുവരും. ഓൺ ദി സ്പോട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും വേണം. സ്ട്രെങ്തൻഡ് അല്ലാത്ത മസിൽസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി ലിഗമെൻസിലേക്കായിരിക്കും വെയിറ്റ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലിഗമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോണും കൂടി ചേർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. സോ അപ്പോൾ നമുക്ക് മസിൽസിന് ബലമില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? അവിടെ വെയിറ്റ് കൂടുതൽ വരും, ലിഗമെന്റിലേക്ക് വരും. അപ്പോൾ അവിടെയാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഞ്ചുറീസ് വരുന്നത്. ഇനി ജിം ബ്രോസ്, ദിസ് ഇസ് ഫോർ യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു വേദന വന്നു. ഈ വേദന വന്നിട്ട് ഈ വേദന ആദ്യം വരുന്ന വേദനയ്ക്ക് ഇത്തിരി സുഖമുള്ള വേദനയാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഒരു അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം ഈ വേദന പോവില്ല. സൂക്ഷിച്ചോ, വേറെ എന്തോ പ്രശ്നം വരാനുണ്ട് കേട്ടോ. കാരണം ബിക്കോസ് ആ സമയത്ത് നിങ്ങളുടെ മസിൽസ് ഫാറ്റീഗ്ഡ് ആയിട്ട് നല്ല രീതിയിൽ കഴിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മസിൽസ് വീക്കായിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ പിന്നെ അതിന്റെ പിറ്റേ ദിവസം വർക്കൗട്ട് ചെയ്യും. ചിലർ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസം എല്ലാ മസിൽസിനും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചെയ്യാൻ പാടില്ല. വി ഷുഡ് ഗിവ് ഒരു മസിൽ പ്രോപ്പർ റെസ്റ്റ് വേണം. നിങ്ങളൊരു എക്സസൈസ് ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ മസിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നാൽ ആഫ്റ്റർ ദാറ്റ് അവിടെ പ്രോട്ടീൻസ് വന്നു. അങ്ങനെയാണ് അത് കുറച്ച് മസിൽസിന്റെ വലിപ്പം കൂടുന്നത്.
അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതും. ഇതിനുള്ള റെസ്റ്റിംഗ് ടൈം കൊടുക്കണ്ടേ, ഈ ഉള്ളിലുള്ള പ്രോസസ്സൊക്കെ നടക്കണ്ടേ. അതെ, ഓവറായിട്ട് ഈഗോ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. കുറെ വെയിറ്റ് ഫുൾ റാക്ക് വെയിറ്റ് അടിക്കുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. പ്രശ്നമല്ല, ലൈക്ക് ഇഫ് ദേ ആർ കേപ്പബിൾ ഓഫ് ദാറ്റ് ദെൻ ദേ ക്യാൻ ഡു ഇറ്റ്. ബട്ട് ആവശ്യമില്ലാതെ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വീഡിയോസിലോ കാണിക്കാൻ വേണ്ടി മാത്രം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സോ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പിന്നീടൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ക്രിക്കറ്റ് പ്ലെയറാണ്, ബൗളറാണ്. ആൾക്ക് കുറച്ചാൾ മുമ്പ് ഷോൾഡർ പെയിൻ വന്നു. അപ്പോൾ കരിയാക്കിയില്ല, പിന്നെ വീണ്ടും കളിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും പെയിൻ കൂടി 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 വന്ന് ഇപ്പൊ തീരെ കളിയില്ലാണ്ടായി. കളി നിർത്തിയാള് പെയിൻ കാരണം. അപ്പോൾ അങ്ങനെ കുറെ പേരെ കണ്ടിട്ടുണ്ട്, പെയിൻ വരുന്നു, ഒന്നെങ്കിൽ അവർ ചെയ്യണ പരിപാടികൾ നിർത്തുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പോകാൻ മടി, അല്ലെങ്കിൽ എന്തോ ഒരു പേടിയൊക്കെ പോലെ, എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താ ശരിക്കും ചെയ്യേണ്ടത് നമ്മള്? ഇതിൽ ഇപ്പൊ പറഞ്ഞ പോലെയുള്ള കുറേ പേഷ്യൻസ് ആയി ഇപ്പൊ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്. അത് മോസ്റ്റ്ലി ഷോൾഡർ ഇഞ്ചറി തന്നെയാണ്, കൂടുതലും ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് തന്നെ വരുന്നത്. അതായത് ഒബ്വിയസ്ലി ക്രിക്കറ്റിൽ നമ്മൾ ബോളിംഗ് ഉണ്ട്, ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ്. ഈവൻ ഇഫ് നിങ്ങൾക്കൊരു ചെറിയൊരു ഇഞ്ചറി നിങ്ങളുടെ ഷോൾഡറിൽ വിത്തൗട്ട് ഇപ്പോൾ ഈ ക്രിക്കറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും സിനാരിയോയിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് വയ്ക്കാം, ആൻഡ് ദെൻ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഇഞ്ചുറി നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഷോൾഡറിൻ്റെ നമ്മുടെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജോയിന്റ് ആണ്. നമ്മുടെ ഭാഷയിൽ ഷോൾഡർ കോംപ്ലക്സ് എന്നാണ് പറയുക അതിനെ. കാരണം അതിന് ആ ഷോൾഡറിനെ ആ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൂവ്മെന്റിലേക്ക് അത് തിരിയും അല്ലേ, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിക്കാം. അപ്പൊ അതിന് വേണ്ട സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മസിൽസ് വളരെയധികം കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ 4 മസിൽസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. സോ അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു മസിലിന് ചെറിയൊരു ഇഞ്ചുറി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം കൊണ്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അത് കൂടാൻ ചാൻസസ് ഉണ്ട്. ഈവൻ ഇഫ് നമ്മുടെ ഏതെങ്കിലും ഒരു ഷോൾഡറിന്റെ മസിൽസിന് ചെറിയൊരു ഇഞ്ചുറി പറ്റി അതിനുശേഷം നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി ഓവർ യൂസ് ആയി കഴിഞ്ഞാലും ഈ ഇഞ്ചുറി വലുതാവാൻ ചാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ മസിൽസ് എന്നൊക്കെ പറയുമ്പോൾ മസിൽസിന്റെ ടെൻഡൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെൻഡൻ അതാണ് ഈ റൊട്ടേറ്റർ കഫിൽ വരുന്നത്. റൊട്ടേറ്റർ കഫിലെ മസിൽസിന്റെ ടെൻഡനാണ് വന്ന് നമ്മുടെ ഷോൾഡറിന്റെ ജോയിന്റിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റബ്ബർ ബാൻഡ് ഒക്കെ ഇല്ലേ, ഈ റബ്ബർ ബാൻഡ് പോലെയാണ്. റബ്ബർ ബാൻഡ് വലിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിഞ്ഞു നിന്നിട്ട് നമ്മളൊരു ചെറിയൊരു ബ്ലേഡ് കൊണ്ട് ചെറിയൊരു വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടും. അത് സെയിം അവസ്ഥയാണ്. ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്ട്രെങ്ത് പോയി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു സ്ട്രെങ്ത് ആ ഒരു ടെൻഡൻ ഉണ്ടാവില്ല. സെയിം തിങ് ലിഗമെന്റിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവര് കൂടുതലും പേര് ഞാൻ കണ്ടിട്ടുള്ളത് ഇവര് ട്രീറ്റ്മെന്റ് വരാതെ ചെറിയൊരു വേദനയാണെന്ന് വിചാരിച്ചിട്ട് അവർ വിട്ട് കളയുന്നവരുണ്ട്. ഇത്തിരി കൂടുതൽ വേദനയാണ്, ദൈവമേ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ഇഞ്ചുറി ആയിരിക്കുമല്ലോ എന്ന് കേൾക്കാൻ പേടിയുള്ളവരുണ്ട്. പേടിയാണ് എല്ലാവർക്കും. അതെ, ഇതിന് ഇത്ര ചെലവ് വരും അങ്ങനെ പേടിച്ചിരിക്കരുത്. ബിക്കോസ് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ അനദർ മോർ 2 or 3 days അത്രയും ദിവസത്തെ ഇഞ്ചുറി കൂടുള്ളൂ. ഇത് കുറയാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മൾ എന്ത് എക്സ്റ്റെൻഡിലാണ് ഈ ഇഞ്ചുറി വന്നിട്ടുള്ളത് എന്നുള്ള അറിവ് നമുക്കില്ല. ഫോർ ദാറ്റ് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക അത്രയും നല്ലത്. ആ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്, പുള്ളിക്ക് ഇതുപോലെ പുള്ളി കളിക്കാറുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റർ കഫ് ഒന്നുമല്ല, മസിൽസിൽ ട്രിഗർ പോയിന്റ് വന്നതാ. ഡെൽറ്റോയിഡ് മസിലിന്റെ ട്രിഗർ പോയിന്റ് വരും. ട്രിഗർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ യൂസ് ഒരു മസിൽ ഓവർ യൂസ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. നമ്മൾ സാധാരണ ഇവിടെ നമുക്ക് ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. ഗ്ലോബൽ റീഹാബിൽ ഡ്രൈ നീഡ്ലിംഗ് ചെയ്യാറുണ്ട്. നീഡ്ലിംഗ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് റിലീഫാണ്. വിത്തിൻ ആ ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ റിലീഫാണ്. അപ്പൊ അതിനുശേഷം ആളുടെ പ്രോബ്ലം മാറി. ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ അവർ പേടിച്ചിട്ട് അവർ കാണിക്കാതിരുന്നത് പിന്നീട് കൂടി വലിയ പ്രശ്നങ്ങളിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും ചെറിയൊരു ഇഞ്ചുറി ആണെങ്കിൽ തന്നെ അത് കാണിക്കുക. ബിക്കോസ് അത് ചിലപ്പോൾ ഒരു വലിയ ഇഞ്ചുറിയുടെ തുടക്കമായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ചെറിയൊരു ഇഞ്ചുറി ആയിരിക്കാം. ജസ്റ്റ് ഒരു കൺസൾട്ടേഷനിൽ തീരാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ ഈ അടുത്ത് ന്യൂസിൽ കണ്ടായിരുന്നു ഈ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് DR എന്നുള്ള പ്രിഫിക്സ് വെക്കാൻ പാടോ ഇല്ലയോ എന്നുള്ളൊരിത്. അത് ശരിക്കും എന്താണ് സംഭവം? അതിൽ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. DR വെക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്കത് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് ആദ്യം നമ്മൾ വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. DR വെച്ചാലും ഇല്ലെങ്കിലും
അത് നമുക്ക് അത് അത്ര വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. 2 കൗൺസിലുണ്ട്. MBBS കഴിഞ്ഞ അലോപ്പതി ഡോക്ടേഴ്സിന് വേറെ കൗൺസിലുണ്ട്, ഞങ്ങൾക്ക് വേറെ കൗൺസിലുണ്ട്. ആൻഡ് ഞങ്ങളൊരു പ്രൈമറി കൺസൾട്ടൻ്റ് ആണ്. ഇഫ് പേഷ്യൻറ്റ് നീഡ്സ് ഹെൽപ്പ് അവർക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്തേക്ക് വരാം. വേറൊരാളുടെ ഹെൽപ്പ് നമുക്ക് വേണ്ട, വേറൊരാളുടെ റെഫറൻസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവരും DR എന്ന് വെക്കുന്നത്, നമ്മളും DR എന്ന് വെക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനേക്കാളും പ്രധാനം ഒരു പേഷ്യൻ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ പറ്റാവുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടറുടെ മെയിൻ ആയിട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ IFT വെക്കലോ ലേസർ വെക്കലോ ട്രീറ്റ്മെൻറ്റ് ചെയ്യലോ മാത്രമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഡയഗ്നോസ്. നിങ്ങൾക്കൊരു കണ്ടീഷൻ, ഒരു പേഷ്യൻറ്റ് വന്നു, ആ പേഷ്യൻറ്റ് വന്നിട്ട് ആ പേഷ്യൻറ്റിന് എന്താണ് കണ്ടീഷൻ എന്ന് കണ്ടുപിടിക്കലാണ് യഥാർത്ഥ ഡോക്ടറുടെ ഒരു ജോലി. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിലിപ്പോൾ DR വെക്കണോ വേണ്ടോ എന്നുള്ളത് ദാറ്റ്സ് ദെയർ ഡിസിഷൻ. എനിക്കറിയില്ല. എനിവേ അത് നമുക്ക് എൻ്റെ അടുത്ത് വരുന്നൊരു പേഷ്യൻറ്റിന് അവരെ മര്യാദയ്ക്ക് ഡയഗ്നോസ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ. ഇനി അടുത്തായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ എൻ്റെ പേഴ്സണലാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് IT ഫീൽഡാണ്, ഡോക്ടർക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് എന്നെപ്പോലുള്ള കുറേ പേര് വർക്ക് ചെയ്യുന്നത് ഇരുന്നിട്ടുള്ള വർക്കാണ്. ഉണ്ടാവണ ബുദ്ധിമുട്ടുള്ള പറഞ്ഞാൽ ബാക്ക് പെയിൻ, കുറേ നേരം കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ ഉണ്ടാവണ ബാക്ക് പെയിൻ, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് പഴയ പോലത്തെ ഒരു ആരോഗ്യം ഇല്ല എന്നുള്ളൊരു തോന്നല്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ഇത്ര നാൾ ഇത്രയും കൊല്ലം ഇത്രയും സമയം വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലൊരു ചെയർ, നല്ലൊരു എൻവയറോൺമെൻറ്റ്, ഒരു സറൗണ്ടിങ് നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിക്കാരെ തരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ നിന്നാണ്. ഈവൻ ഇഫ് നിങ്ങളിരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണാറുള്ളത് കുറേ സ്കോളിയോസിസ് കേസസ് വരാറുണ്ട്. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈൻ ഇങ്ങനെ ബെൻഡായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതെ, ഇതിൽ ചെറിയൊരു കാര്യം മതി. ഈവൻ ഇഫ് പലരും ബാക്കിലെ പോക്കറ്റിൽ പേഴ്സ് വെക്കുന്ന ആൾക്കാരുണ്ട്. അവരിലാണ് ഏറ്റവും കൂടുതൽ സ്കോളിയോസിസ് കാണുന്നത്. ബിക്കോസ് അവർ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പേഴ്സ് ഉള്ള കാരണം കൊണ്ട് അവരുടെ ലെവൽ തെറ്റും. സോ ദാറ്റ് ലെവൽ തെറ്റിക്കഴിഞ്ഞാൽ സ്പൈന്, നമ്മുടെ ഹെഡ് നേരെയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈൻ അതിനനുസരിച്ച് വളഞ്ഞിരിക്കും. ഹിപ്പ് മൊബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്നാലും സ്പൈൻ വളഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും അതേ സ്ഥാനത്താണ് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ചിലവർ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് ഇരിക്കുന്നവരുണ്ട്. അവർക്കാണ് ഈ കൂടുതൽ ഈ സ്കോളിയോസിസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അവർക്ക് സ്റ്റാർട്ടിങ്ങിലെ അത് നോക്കിയില്ലെങ്കിൽ അത് പിന്നീട് വലിയ കണ്ടീഷൻസ് ആയിട്ട് ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട്. സോ ഇതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന കസേര തന്നെ ഒരു വലിയൊരു, കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതും നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതും ചെയറിലായിരിക്കും. അപ്പോൾ ആ ചെയറിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആണ്. ഇതിൽ എല്ലാത്തിനും ഓരോ കണക്കുകളുണ്ട്. നിങ്ങളുടെ മുട്ടിയിരിക്കുന്നതിൻ്റെ ആംഗിൾ, നിങ്ങളുടെ ബാക്ക് ഇരിക്കുന്നതിൻ്റെ ആംഗിൾ, നിങ്ങളുടെ ബാക്കിൽ വരുന്ന സപ്പോർട്ട്, നിങ്ങളുടെ ഹെഡ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പലവരും കഴുത്തിൽ വേദനയായിട്ട് വരുന്നവരുണ്ട്, കഴുത്തിൽ നിന്ന് വേദന ഇറങ്ങുന്ന ഒരു കണ്ടീഷനായിട്ട് വരുന്നവരുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ തലയണ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തലയണയുടെ കട്ടി ഒന്ന് ഇത്തിരി കുറയ്ക്കാം. കാരണം വെച്ചാൽ കട്ടി കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ കഴുത്തിൻ്റെ പോസ്റ്റർ ഫ്രണ്ടിലോട്ട് കയറി വരും. കാരണം അത്രയും കട്ടിയിലാണ് നിങ്ങൾ കിടക്കുമ്പോൾ തലയണ ബാക്കിലിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ തലയണ കൂടുതലായിട്ട് വെച്ച് പ്രശ്നമായിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പേര് ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ ഡിസ്ബൾജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്. ഓക്കെ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ ചെറിയൊരു ബാക്ക് പെയിൻ വരുമായിരിക്കും, ചെറിയൊരു കഴക്കൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും. യെസ്, ഇത് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരസ്പൈനൽ എന്ന് പറയും. അതായത് നമ്മുടെ സ്പൈനിൻ്റെ സൈഡിലായിട്ട് 2 മസിൽസ് ഉണ്ട്. ഈ സ്പൈനിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ബോഡിയുടെ പോസ്ചറും നേരെ നിർത്താനും നമ്മുടെ ബാലൻസ് ശരിയാക്കാനും ഈ മസിൽസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ മസിൽസിൽ ഏതെങ്കിലും ഒന്ന് വീക്കാകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് ഒരു സ്ട്രെയിൻ വരുമ്പോഴാണ് ഈ പറയുന്ന പോലത്തെ ഒരു വേദന, കഴക്കൽ വരുന്നത്. അത് നമ്മൾ തുടക്കത്തിലേ നോക്കണം. ഇല്ലെങ്കിൽ ഒരു പാരസ്പൈനൽ മസിലിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ സെയിം ഞാൻ നേരത്തെ പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, സ്കോളിയോസിസ്. അല്ലെങ്കിൽ ഇതുപോലെ സ്പൈൻ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്റ്റിംഗ് ടൈം വേണം. നിങ്ങൾ ഇത്രയും കുറേ നേരം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്രയും നേരം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ ബ്രദറിലോ
പുള്ളി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഓക്കെ. പുള്ളി ഇതുപോലെ കാലത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതാണ്. കാലത്ത് ആളൊരു 9 മണിയാകുമ്പം കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചിരുന്ന ആളാണ്. പെട്ടെന്ന് പുള്ളിക്ക് ഒരു കോള് വന്നു. പുള്ളിക്ക് കയറേണ്ടി വന്നു, വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ടി വന്നു. പുള്ളി അപ്പം തന്നെ ഇരുന്നു. പിന്നെ ഇത് രാത്രി 11 മണിക്കാണ്. അപ്പോൾ അത്ര നേരം ഇരിക്കുന്ന ആൾക്കാർക്ക് വരാതിരിക്കുമോ? ഉറപ്പായിട്ടും വരും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് പരമാവധി ഒഴിവാക്കുക. ഗീവ് സം റെസ്റ്റ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ്. റെസ്റ്റ് എടുക്കുക, അതിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുത്താൽ ഈ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല കറക്റ്റായിട്ടുള്ള സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ് എല്ലാം വേണം. പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ പോയി വെയിറ്റ് അടിക്കൽ ലോഹമണ്ടത്തരാണ് ചെയ്യരുത്. നിങ്ങൾ കിടന്നുറങ്ങുന്ന ഒരാളെ വന്നിട്ട് പെട്ടെന്ന് ഇരിക്കണം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ സെയിം സിറ്റുവേഷനാണ് ഒരു വാമപ്പ് ഇല്ലാതെ, ഒരു സ്ട്രെച്ചിങ് ഇല്ലാതെ ഒരാൾ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ബിക്കോസ് ആ മസിൽസിന് പെട്ടെന്ന് സ്ട്രെയിൻ വരാം, ബുദ്ധിമുട്ടുകൾ വരാം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ക്ലിനിക്കിൽ കൂടുതലായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് അവർക്ക് ചെറിയ ഇഞ്ചുറി ആയിരിക്കും, അതവർ നോക്കിയില്ല. ആൻഡ് ദെൻ ആഫ്റ്റർ 1 വീക്ക് അവർക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ട് ഇവിടെ ACL ഇഞ്ചുറി ആയിട്ട് വന്നതാണ്. അതെ, കാരണം ആൾ ഇതുപോലെ നല്ല രീതിയിൽ വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യും. ആൾ ലെഗ് പ്രസ്സൊക്കെ അടിപൊളിയായിട്ട് അടിക്കും. പക്ഷേ അത് ആൾക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തരും. പക്ഷേ ആൾ വന്നത് ACL ഇഞ്ചുറി ആയിട്ടാണ്. കാരണം ചില മസിൽസിന് അപ്പോൾ വീക്ക്നെസ് വരും. ഇയാളാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് ലെഗിന് മാത്രമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലെഗിലെ മസിൽസൊക്കെ വീക്കൻഡ് ആയിരിക്കും, അതിൻ്റെ സപ്പോർട്ട് കിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ഇഞ്ചുറീസ് ഒക്കെ വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിൽസ് ഫാറ്റിഗ്ഡ് ആവും, ആൻഡ് ദെൻ ഹോൾ വെയിറ്റ് വിൽ ബി ഗോയിങ് ടുവേർഡ്സ് യുവർ ലിഗമെന്റ്സ്. അങ്ങനെയാണ് വേറെ ഇഞ്ചുറീസ് ഒക്കെ വരിക. അതെ, റെസ്റ്റ് വേണം, വർക്കൗട്ട് ചെയ്യണം, അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ ചെയ്യുന്ന വർക്കൗട്ടിൽ നമ്മൾ ചെയ്യേണ്ട കറക്റ്റ് ഫോമിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിൽ ചെറിയ തെറ്റുണ്ടായി കഴിഞ്ഞാൽ തന്നെ പല ഇഞ്ചുറീസിനും അത് കാരണമായിരിക്കും. ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ വീണ്ടും ആ ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിത് മാറ്റിയെടുക്കണം, പഴയ കണ്ടീഷനിലേക്ക്. നല്ല തീരുമാനമാണിത്. അതെ. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടതൊന്നുമില്ല. നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് കൺസൾട്ട് ചെയ്യുക, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ആൻഡ് ദെൻ അതിനുശേഷം നമ്മൾ ഒന്ന് സ്പെഷ്യൽ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കും. ആൻഡ് ദെൻ നിങ്ങളുടെ കണ്ടീഷൻ ഇത്ര ബാഡാണോ വേഴ്സൺഡാണോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷമാണ് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തരിക. ഈവൻ ചിലപ്പോൾ എക്സസൈസിൽ മാറുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ്ലി ഒരു 1 വീക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നതായിരിക്കാം. ബട്ട് ദോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിൽ തെറ്റ് വരുത്തരുത്. എന്തായാലും വരുന്നില്ല. അതുപോലെ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു തരുന്ന എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും വലിയ പ്രശ്നമല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റാവുന്നതാണ്. നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാവുന്നതാണ്. ഏത് അസുഖത്തിനായാലും അതിൻ്റേതായ സൊല്യൂഷൻ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല, ഉറപ്പായിട്ടുണ്ട്. ഓക്കെ. മുമ്പുണ്ടായിരുന്നത് ഈ മടിയാണ്. വീട്ടിൽ പോയി എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു തരുമ്പോൾ കുറച്ച് ദിവസമൊക്കെ ചെയ്യും, പിന്നെ അങ്ങോട്ട് മടിയാവും. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ശരിക്കും അറിയുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക എക്സസൈസ്. അതെ, സ്കിപ്പ് ചെയ്യില്ല. അത് നമ്മൾ സ്കിപ്പ് ചെയ്താലാണ് ഈ പ്രോബ്ലം വരുന്നത്. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുമ്പോഴും ചിലവർ എല്ലാ ദിവസവും ട്രീറ്റ്മെൻ്റ് ഉള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും വേദന കുറഞ്ഞു ഇനിയിപ്പോൾ എന്താ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ദെൻ ദേ വിൽ സ്കിപ്പ് ഇറ്റ് 1 ഡേ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ പൈസ കൊടുക്കണം, എത്ര ദൂരെ പോകണം, അവിടെ സമയം സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർ വരുന്നത് വേദന കൂടിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം എന്ന് വെച്ചാൽ ദാറ്റ്സ് നോട്ട് അവർ ഫോൾട്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു ഫോളോ അപ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് വേണം, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. ആൻഡ് ഹൈഡ്രേഷൻ, മസിൽസിൽ ഹൈഡ്രേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ മസിൽസിൽ ഉണ്ടാകുന്ന വാട്ടർ കണ്ടൻറ്റ് കുറയാൻ വളരെയധികം എളുപ്പമാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ഹൈഡ്രേഷൻ ചെയ്തില്ലെങ്കിൽ, വെള്ളം അതിനനുസരിച്ച് കുടിച്ചില്ലെങ്കിൽ നമുക്ക് മസിൽസിൽ ഡീഹൈഡ്രേഷൻ വരും. ആൻഡ് ഇറ്റ് വിൽ കോസ് ക്രാംസ്, അതുപോലെ ട്രിഗർ പോയിൻറ്റ്സ് ഉണ്ടാകാം. ആൻഡ് ഇറ്റ് മേ ലീഡ് ടു മസിൽ ടിയർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് ശേഷം എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ജിമ്മിലും പോകാനും എക്സസൈസ് ചെയ്യാനും നമ്മുടെ വർക്കൊക്കെ ചെയ്യാൻ. ഓൾവേസ് കണ്ടീഷൻ യുവർ ബോഡി, സോ ഇറ്റ് വിൽ ഹെൽപ്പ്. അല്ലേ? നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ് നമ്മുടെ ബോഡി. നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെക്കുക, എപ്പോഴും കണ്ടീഷൻ ചെയ്ത് വെക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാ സംശയം മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം മാറി, വളരെ സന്തോഷം. കാരണം എൻ്റെ കുറെ സംശയങ്ങൾ, എൻ്റെ കുറെ ഡൗട്ട്, കുറെ നാളായിട്ടുള്ള ഡൗട്ടുകളും എല്ലാം ക്ലിയർ ആയി. ഇപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടി. നമ്മൾ കാണുന്നവർക്കും ഇതേപോലെ കണ്ടീഷനുള്ളവർക്കും
വളരെ യൂസ്ഫുൾ ആയി ഉണ്ടാവും ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവണം. അതുകൊണ്ടാണ് നമ്മളൊരു കണ്ടന്റ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സോ അപ്പോൾ താങ്ക് യു ഡോക്ടർ. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.